ഹലോ നമസ്കാരം. എന്തോ ആ പോസ്റ്റ് ഒന്ന് നോക്കി. 3 അതിജീവിതന്മാര് മൂഞ്ചിയ ദിവസമാണെന്ന്. മൂഞ്ചെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൂഞ്ചിപ്പോയ ദിവസമാണ്. ആ പോസ്റ്റ് ഒന്ന് വായിക്കിട്ട. വിവാഹിതയായ സ്ത്രീകൾക്ക് വിവാഹ വാഗ്ദാനം നൽകി ബലാത്സംഗം ചെയ്തെന്ന കേസ് നൽകാൻ ആകില്ല. എന്തായിപ്പോ? മൂഞ്ചിപ്പോയി. മൂഞ്ചിപ്പോയി. രാഹുൽ മാങ്കൂട്ടത്തിന്റെ കേസൊക്കെ മൂഞ്ചിപ്പോയി. കൂടെ ഒരുത്തനുള്ളപ്പോൾ ഓനെ മൂഞ്ചിപ്പിച്ച് വേറൊരുത്തനെ കയ്യിലിരിക്കുന്നത് വിട്ടിട്ട് പറക്കണനെ പിടിക്കാൻ പോണതാ. ഓനെയും കിട്ടിയില്ല, ഇതും കിട്ടിയില്ല. ഓനെ പറ്റിച്ച്, ഇവനെ മൂഞ്ചിപ്പിച്ച് പറ്റിച്ച് ഓനെ പറ്റിക്കാൻ പോയതാ, വേറൊരുത്തുനിന്ന് കാശും മേടിച്ചിട്ട്. ഇപ്പം എന്തായി? സുപ്രീം കോടതി ഇടപെട്ടു. ഈ ജാതി മൂഞ്ചിയ പരിപാടികളായിട്ട് ഇനി ഇങ്ങോട്ട് വരണ്ടാന്ന് സുപ്രീം കോടതി വളരെ മനോഹരമായിട്ട് പറഞ്ഞു. ഇനി എന്ത് ചെയ്യും മല്ലയ്യ? അല്ലേ, അടുത്ത ചോദ്യം ഇതിന്. ഇനി നമ്മൾ എന്ത് ചെയ്യും മല്ലയ്യ? ഒന്നുമില്ല, വല്ല ജോലിക്കൊക്കെ പോകുക എന്നതാണ് ഇനി ചെയ്യാൻ പറ്റുന്ന കാര്യം. ഈ കുടിൽ വ്യവസായം പോലെ എന്തെങ്കിലും തുടങ്ങുകയോ സ്വയം തൊഴിൽ അങ്ങനെ എന്തെങ്കിലും പരിപാടിയൊക്കെ ആയിട്ട് നോക്കണം നല്ലത്. ഇവിടെ കുറേ അമ്മായിമാര് കല്യാണം കഴിഞ്ഞ് ഇതൊക്കെ കഴിഞ്ഞിട്ട് മറ്റുള്ളവരിൽ നിന്നും കാശും മേടിച്ച്, അതും അത്യാവശ്യം ഫെയിമായിട്ട് നിൽക്കുന്ന ആളുകളൊക്കെ ചാക്കിട്ട് പിടിക്കുക എന്നുള്ളതാണ് ഇവരൊരു തന്ത്രം. എന്നിട്ട് നല്ല രീതിയിലുള്ള സൗഹൃദ കാലത്ത് കുറച്ച് ചാറ്റൊക്കെ മേടിച്ച്, അല്ലെങ്കിൽ കുറച്ച് എവിഡൻസ് ഒക്കെ തയ്യാറാക്കി കയ്യിൽ വെച്ച് അതിനെ മറ്റൊരു രീതിയിൽ മാനിപ്പുലേറ്റ് ചെയ്തിട്ട് ജനങ്ങളിലേക്ക് കൊടുക്കുമെന്ന ഭീഷണിപ്പെടുത്തിക്കൊണ്ട് കാശ് അടിച്ചു മാറ്റുക, അല്ലേ? അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടി ഇവരെ ഉപയോഗിക്കുന്ന കുറേ ആളുകളുണ്ട്. അതിനു വേണ്ടി തയ്യാറായി നിൽക്കുന്ന പെയ്ഡ് അമ്മായിമാരും ഇപ്പോൾ ഈ വിധിയോടുകൂടി മൂഞ്ചി കെട്ടി. നേരത്തെ ചോദിച്ച ചോദ്യം തന്നെയുള്ളൂ ഇനി പറയാനും ചോദിക്കാനും ഒക്കെ. ഇനി നാം എന്ത് ചെയ്യും മല്ലയ്യ? ഒന്നും ചെയ്യാനൊന്നുമില്ല. കൂലിപ്പണിക്ക് കൊണ്ടുവരും. സിമ്പിളായി പറഞ്ഞ പണിയെടുത്ത് ജീവിക്കാം.